കാരണം കോൺഗ്രസ് ഒരു വലിയ വിജയം നേടി നിൽക്കുകയാണ്. അത് സി പി എമ്മിന് പോലും മുഖത്തേറ്റ അടിയാണ്. കാരണം ഭരണകക്ഷിയായ സി പി എമ്മിലേക്കല്ല സന്ദീപ് വാര്യർ പോയെന്നുള്ള ഒരു വലിയ പോയിന്റാണെന്നേ. അതായത് കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, എന്നിട്ടും സന്ദീപ് വാര്യർ എന്ന പ്രമുഖനായ BJP നേതാവ് പോയത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസ് പ്രവേശനം കൂടി ആയതോടുകൂടി ഉറപ്പിച്ചു പറയാം കോൺഗ്രസിന് തന്നെയാണ് പാലക്കാട് കിട്ടാൻ പോകുന്നത് ഭൂരിപക്ഷം. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ CPM പൊട്ടുന്ന വഴി കാണില്ല. കാരണം അത്രയധികം ജനങ്ങളുടെ മനസ്സിലൊരു വിദ്വേഷം കയറി കൂടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓളം, ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്ന് പറയുന്നത് ചെറുതല്ല. BJPയുടെ നിരവധി വോട്ടർമാരെ ഗ്രാബ് ചെയ്യാൻ സന്ദീപ് വാര്യർക്ക് കഴിയും. കാരണം നടത്തിക്കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമൊക്കെ പാലക്കാടിന് കിട്ടും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കിട്ടും എന്ന് ആദ്യം മുതലേ കോൺഗ്രസ് പറയുന്നുണ്ട്. അത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രചാരണ മേഖലയിൽ മുഴുവൻ ഒരു ഷാഫി തരംഗമുണ്ട്. എല്ലായിടത്തും ഷാഫി പറമ്പിൽ ഓടിയെത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ 24 മണിക്കൂറും ഷാഫിയുണ്ട്. പ്രധാനപ്പെട്ട യോഗങ്ങൾ, ക്യാമ്പയിനുകൾ. കോൺഗ്രസ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാവരും പറയും കോൺഗ്രസ്സുകാരപ്പോൾ വെട്ടി തുറന്ന് പറയുമെന്നുള്ള. പക്ഷേ വെട്ടി തുറന്ന് പറഞ്ഞ് പുറത്തു പോകുന്നവൻ പുറത്തു പോട്ടെ എന്നുള്ളൊരു സമീപനം ശരിക്കും കോൺഗ്രസ് ആണ് എടുക്കുന്നത്. മറ്റുള്ള ആളുകളൊക്കെ എന്തായാലും പീഡിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയുണ്ട്. BJPയും കോൺഗ്രസും അന്തർധാരയുണ്ടാക്കി ഷാഫിയെ പാലക്കാട്ട് നിന്ന് വലിച്ച് ഒരു സീറ്റ് അവിടെ നേടിക്കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിൽ നേരിട്ടത്. ആ ആരോപണത്തെ 100% തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ശരിക്കും ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ വളരെ രസകരമായൊരു കൂട്ടുകെട്ട് അവിടെ അവർ കാണിച്ചു കൊടുത്തു. അതായത് തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇരുവരും തോളത്ത് കൈയിട്ട് നടക്കുക. ഷാഫി പറമ്പിലിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാതി മത വ്യവസ്ഥകൾക്കൊക്കെ അതീതനായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഷാഫി പറമ്പിലിനെ കുറിച്ച് പാലക്കാട്ടുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമാണെന്ന് പറഞ്ഞു. അതേപോലെ പഴയ ഒരാളോട് പറഞ്ഞായിരുന്നു, അറിയാലോ, PC ജോർജ്. യദു പാലക്കാട് ഒരു സർവേ നടത്തി, ഞാൻ ആ സർവേ പുറത്തു വിട്ടു. അവിടെ ഉള്ളൊരു പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും, ഇടതുപക്ഷത്തിൻ്റെ ആളുകളോട് ചോദിച്ചാൽ പോലും ഈ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വാ തുറന്നാൽ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് പറയുന്നത്. എന്താണ് ശരിക്കും അവിടെ ഈ ഷാഫി മാജിക് അല്ലെങ്കിൽ ഷാഫി ട്രിക്ക് എന്താണെന്നുള്ള ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടൻ പുറത്തു നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ പാലക്കാട് ജില്ലയിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പത്തനംതിട്ടയിൽ നിന്ന് വന്ന വരുത്തനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് നാടറിയുന്ന ആളാണ് സരിൻ, നാടറിയുന്ന ആളാണ് കൃഷ്ണകുമാർ എന്നൊക്കെ BJP CPM പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാഫി പറമ്പിലിൻ്റെ പിന്തുടർച്ചക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത വാക്യം. അതായത് ഷാഫി പറമ്പിൽ നിങ്ങൾ വിട്ട് പോകുന്നില്ല. അദ്ദേഹം വടകരയിൽ MP ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസും അദ്ദേഹം നടത്തിക്കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമൊക്കെ പാലക്കാടിന് കിട്ടും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കിട്ടും എന്ന് ആദ്യം മുതലേ കോൺഗ്രസ് പറയുന്നുണ്ട്. അത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പ്രചാരണ മേഖലയിൽ മുഴുവൻ ഒരു ഷാഫി തരംഗമുണ്ട്. എല്ലായിടത്തും ഷാഫി പറമ്പിൽ ഓടിയെത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ 24 മണിക്കൂറും ഷാഫിയുണ്ട്. പ്രധാനപ്പെട്ട യോഗങ്ങൾ, ക്യാമ്പയിനുകൾ, ഇതുപോലെ തന്നെ പൊതുയോഗങ്ങൾ, എല്ലായിടത്തും ഷാഫിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ അത്രത്തോളം സ്വാധീനിച്ച് അവിടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് അത്രയും കാലം, അതായത് MP ആയി പോകുന്നത് വരെയുള്ള കാലം ജനങ്ങളുമായി ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന ഷാഫി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന പോലെ തന്നെയാണ് രാഹുലിനൊപ്പം നിൽക്കുന്നത്. അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇപ്പം സരിനെ സംബന്ധിച്ചായാലും കൃഷ്ണകുമാറിനെ സംബന്ധിച്ചായാലും ഒന്നും ഈ കോൺഗ്രസിൻ്റെ ആളുകൾ നിൽക്കുന്നത് പോലെ ഒരു ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം, അതിൻ്റെ ഉള്ളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കോൺഗ്രസിനെ നോക്കുക, എന്തെങ്കിലും വിവാദങ്ങളുണ്ടോ? അതായത് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായി എന്തെങ്കിലും പ്രശ്നം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾ സരിനായിരുന്നു. സരിൻ ഒരുപക്ഷെ കോൺഗ്രസിൽ നിൽക്കുകയായിരുന്നെങ്കിൽ അത് കോൺഗ്രസിനെ ചിലപ്പോൾ ദോഷം ചെയ്തേനെ. ഇത് കൃത്യമായി അതൊരു തട്ടിക്കൂട്ടി കളഞ്ഞ പോലെ നേരെ CPMലേക്ക് പോയി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു അസംതൃപ്തി എന്ന് പറയുന്നത് സരിനായിരുന്നു. സരിൻ CPMലേക്ക് പോവുകയും ചെയ്തു. ആ വഴി ക്ലിയർ ആയി. ഈ സംഘടന എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാവരും പറയും കോൺഗ്രസ്സുകാരപ്പോൾ വെട്ടി തുറന്ന് പറയുമെന്നുള്ള. പക്ഷേ വെട്ടി തുറന്ന് പറഞ്ഞ് പുറത്തു പോകുന്നവൻ പുറത്തു പോട്ടെ എന്നുള്ളൊരു സമീപനം ശരിക്കും കോൺഗ്രസ് ആണ് എടുക്കുന്നത്. മറ്റുള്ള ആളുകളൊക്കെ എന്തായാലും പീഡിപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും പെട്ടെന്ന് പുറത്തു പോകാൻ കഴിയാത്തൊരവസ്ഥ. ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. കാര്യം പഴയ കാലത്തെ TP ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അറിയാലോ, പലപ്പോഴും ഭയപ്പെടുത്തിയായിരുന്നു ശരിക്കും ഇത്തരം രീതിയിലേക്ക് പിടിച്ചു നിർത്തിയതാണ്. അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടത് വടകരയിലേക്ക് വരുമ്പോൾ BJPക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കുമെന്നുള്ളതായിരുന്നു. BJPയും കോൺഗ്രസും
അന്തർധാര ഉണ്ടാക്കി ഷാഫിയെ പാലക്കാട്ട് നിന്ന് വലിച്ച് ഒരു സീറ്റ് അവിടെ നേടിക്കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിൽ നേരിട്ടത്. ആ ആരോപണത്തെ 100% തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ശരിക്കും എവിടെ പോകുന്നത്, പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പിക്ചർ ഉണ്ടാക്കി, ഇത് പറഞ്ഞ പോലെ തന്നെ ഷാഫിയുടെ അമരക്കാരനാണ്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ വളരെ രസകരമായൊരു കൂട്ടുകെട്ട് അവിടെ അവർ കാണിച്ചു കൊടുത്തു. അതായത് തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇരുവരും തോളത്ത് കൈയിട്ട് നടക്കുക. VK ശ്രീകണ്ഠൻ ഫുൾ ടൈം കൂടിയുണ്ട്. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ MP ശ്രീകണ്ഠനുണ്ട്, ഈ പറയുന്ന രണ്ടുപേരും നല്ല സൗഹൃദവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫിയോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഷാഫി കാര്യങ്ങൾ ചെയ്തു തരുന്ന പോലെ തന്നെ രാഹുലും അത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ജനങ്ങളിലേക്ക് കൊടുക്കാൻ ആ ഇംപ്രഷനിലൂടെ അവർക്ക് കഴിഞ്ഞു. അതൊരു കൃത്യമായ സ്ട്രാറ്റജിയാണ്. അത് ഷാഫി പറമ്പിൽ തന്നെ തയ്യാറാക്കിയ ഏറ്റവും മനോഹരമായൊരു സ്ട്രാറ്റജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കൽപ്പാത്തി മഹോത്സവം അത് കുറച്ച് ദിവസം നീട്ടി വെക്കണമെന്നുള്ള, ഇലക്ഷൻ വെക്കണമെന്നുള്ള രീതി ആരും കൊണ്ടുവന്നറിയോ ഇതിന്? ഷാഫി. അത് അവിടെ വലിയൊരു പോയിന്റ് ഉണ്ട് ശരിക്കും. കൽപ്പാത്തി മഹോത്സവത്തിന്റെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല മുമ്പ്. കറണ്ട് ലൈൻ വളരെ ക്ലിയർ ആക്കി കറണ്ട് ലൈൻ ഒക്കെ വെച്ചു, നല്ല രീതിയിലേക്ക് അവിടെ. അതാണ് ഇത് ഷാഫി പറമ്പിലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാതി മത വ്യവസ്ഥകൾക്കൊക്കെ അതീതനായി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഷാഫി പറമ്പിലിനെ കുറിച്ച് പാലക്കാട്ടുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണെന്ന്. അതേപോലെ പഴയ ഒരാളോട് പറഞ്ഞായിരുന്നു, അറിയാലോ, PC ജോർജ് ആ രീതിയിലേക്ക് പറഞ്ഞായിരുന്നു. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ അംഗം, ഞങ്ങളുടെ അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം PC ജോർജിനുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം തന്നെ അത് കൊണ്ട് കുളമാക്കിയതാണ്. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ ശരിക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അല്ലേ, ആ രീതിയിലേക്ക് ശരിക്കും ഷാഫി പറമ്പിൽ നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വികസനങ്ങൾ നടത്തിയെന്നാണ് ഷാഫി പറമ്പിൽ. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിനെ നേരിട്ട് കാണുന്ന, അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന എല്ലാവരോടും വളരെ പക്വമായി പെരുമാറുന്ന രീതി, എത്ര ബിസി ആണെങ്കിൽ പോലും നോക്കാനും കേൾക്കാനുള്ള സംഭവം. ഒരു ജനപ്രതിനിധി ശരിക്കും എന്തൊക്കെ ആവട്ടെ, ഇപ്പോൾ അവര് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ പോയപ്പോൾ കുറെ അമ്മമാർ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അത് ക്രിയേറ്റഡ് ആവട്ടെ. പക്ഷെ എങ്കിലും ഷാഫി പറമ്പിൽ ഞാൻ നോക്കുന്നിടത്തോളം കാലം പാലക്കാട് നല്ല സ്വാധീനമുണ്ട്. അത് മാത്രമല്ല, ഷാഫി ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രചാരണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആ പ്രചാരണ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് ഷാഫിയുടെ കയ്യിലാണ് മുഴുവൻ കൺട്രോൾ ഇരിക്കുന്നത്. ഷാഫി തന്നെയാണ് രാഹുലിനെ കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളെ കൊണ്ടു നടന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഷാഫിയുടെ ഒരു പകരക്കാരൻ എന്നുള്ള ഒരു ഫീല് ജനങ്ങൾക്ക്. ഷാഫിയെ ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള. തീർച്ചയായിട്ടും ഞങ്ങളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനാണ് രാഹുൽ എന്നൊരു ഫീൽ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ. ഏകദേശം യദുവിന്റെ കാഴ്ചപ്പാടിൽ പാലക്കാട് ആർക്കായിരിക്കും വിജയലക്ഷ്യം? ഇപ്പോഴത്തെ ഈ നിലവിലെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം കൂടി ആയതോടുകൂടി ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന് തന്നെയാണ് പാലക്കാട് കിട്ടാൻ പോകുന്നത്. ഭൂരിപക്ഷത്തോടെ, അതായത് ഷാഫിയിലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വരാൻ സാധ്യത. 15,000 മുകളിലേക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഒരു 15,000 മുകളിലേക്ക് അതിന് മുകളിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. കാരണം ഈ പറയുന്ന സന്ദീപ് വാര്യർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓളം, ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്ന് പറയുന്നത് ചെറുതല്ല. BJPയുടെ നിരവധി വോട്ടർമാരെ ഗ്രാബ് ചെയ്യാൻ സന്ദീപ് വാര്യർക്ക് കഴിയും. കാരണം പാർട്ടിയാണോ ശരി, സന്ദീപ് വാര്യരാണോ ശരി എന്ന ആശയക്കുഴപ്പം BJPക്കാർക്കിടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ നേതൃത്വം, ഈ സംസ്ഥാന നേതൃത്വത്തിനെ ഇനി നമ്മൾ ഇതായിട്ട് കാര്യമൊന്നുമില്ല. സന്ദീപ് വാര്യർ ബ്രിഗേഡ് എന്നുള്ള നിലയ്ക്ക് നിൽക്കാമെന്ന് വിചാരിച്ച ആളുകൾ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയാനുള്ളൊരു കാരണം ഈ ശ്രീധരന്റെ സാന്നിധ്യമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുമല്ല, പക്ക BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വോട്ടുകൾ പിടിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ അവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്കുള്ള സംഘടനാ പ്രശ്നങ്ങളും ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത തന്നെയാണ്. തീർച്ചയായും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടം നല്ല രീതിയിലേക്ക് ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലെ, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ആയില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയും. അവിടുത്തെ നിലപാടുകളും അവിടുത്തെ ആളുകളുടെ പ്രതികരണം കേട്ടിട്ടാണ് ഇത്തരം രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ BJPയുടെ കുറേ വോട്ടുകളൊക്കെ എന്ത് ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിന് വരും. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ വലിയ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് പിക്ചർ കൂടെ BJPയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്ദീപ് വാര്യരുടെ കൂടെ നിൽക്കാൻ കുറെ ചെറുപ്പക്കാരുണ്ടാവും എന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം സന്ദീപ് വാര്യർ വന്നപ്പോൾ തന്നെ അതൊരു വലിയ ആഘോഷമാക്കിയിട്ട് കോൺഗ്രസ്സുകാർ മാറ്റി. അത് ആ ആഘോഷ നിരയിലേക്ക് ഒഴുകിയെത്തിയത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതുപോലെ തന്നെ അവിടേക്ക് ഒഴുകി വന്നൊരു യുവാക്കളുടെ കൂട്ടമുണ്ട്. ഈ പറയുന്ന യുവാക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആളുകൾ മാത്രമൊന്നുമല്ല. കാരണം കോൺഗ്രസ് ഒരു വലിയ വിജയം നേടി നിൽക്കുകയാണ്. അത് CPM പോലും മുഖത്തേറ്റ അടിയാണ്. കാരണം ഭരണകക്ഷിയായ CPM സന്ദീപ് വാര്യർ പോയ
പോയെന്നുള്ള ഒരു വലിയ പോയിന്റാണെന്നേ. അതായത് കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, എന്നിട്ടും സന്ദീപ് വാര്യർ എന്ന പ്രമുഖനായ BJP നേതാവ് പോയത് കോൺഗ്രസിലേക്കാണ്. അതാണ് കോൺഗ്രസിന്റെ മഹത്വം, അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സന്ദീപ് വാര്യർ എന്ന ഒരു കുറുക്കൻ, അതായത് വലിയ രീതിയിലേക്ക് കാഴ്ചപ്പാടുള്ള കുറുക്കൻ, തീർച്ചയായിട്ടും. കാര്യം അടുത്ത തവണ എന്തായാലും ഇന്നോ നാളെ ഒന്നുമല്ല സന്ദീപ് വാര്യർ ലക്ഷ്യം. അതെ, ഇന്നോ നാളെയല്ല, അടുത്ത തവണ എന്തായാലും ശരിക്കും കേരളത്തിലെ ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു 99% ധാരണയിലായിരിക്കും 100% വിശ്വസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ CPM പൊട്ടുന്ന വഴി കാണില്ല. കാരണം അത്രയധികം ജനങ്ങളുടെ മനസ്സിലൊരു വിദ്വേഷം കയറി കൂടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായാലും CPM നേതാക്കൾക്കെതിരെയായാലും ഇപ്പോൾ PP ദിവ്യയെ കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ വല്ലാത്ത രീതിയിൽ ഈ പാർട്ടിയെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ, ഈ സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഒരു 3 വർഷം 2-2.5 വർഷം സർക്കാരിൻ്റെ ഭരണത്തണൽ നിൽക്കാന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ CPMന് ഭാവിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നെയാണ് ഭാവി എന്നുള്ള രീതിയിലേക്കാണ് സന്ദീപ് വാര്യർ കയറി കൂടിയത്. അപ്പോൾ എന്തായാലും പാലക്കാട്ടത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് 20-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.